നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യ മത്സരം സമനിലയിൽ കുരുങ്ങിയ ബ്രസീൽ രണ്ടാം മത്സരത്തിലും മികച്ച വിജയമാണ് ലക്ഷ്യമിടുന്നത്. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരം വെള്ളിയാഴ്ചയാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ശനിയാഴ്ച രാവിലെ 6 മണിക്കാണ് ബ്രസീൽ വേഴ്സസ് ഹെയ്റ്റി മത്സരം. ആ കളിക്ക് മുന്നോടിയായിട്ടുള്ള ബ്രസീലിൻ്റെ ട്രെയിനിങ് പുരോഗമിക്കുകയാണ്. ഇന്നലെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് പ്രസ്സിന് അത് ഓപ്പൺ ആയിരുന്നത്. പിന്നെ അവരുടെ ഫാമിലിയും മറ്റുമൊക്കെയാണ് ഇന്നലത്തെ ട്രെയിനിങ്ങിന് ശേഷം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തത്. ഏതായാലും ട്രെയിനിങ് ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിലവർ നൽകുന്ന വിവരപ്രകാരം ബ്രസീലിയൻ ടീമിൽ ഇന്നലെ 3 സുപ്രധാന താരങ്ങൾ ട്രെയിനിങ് നടത്തിയിട്ടില്ല. അതായത് നെയ്മർ ജൂനിയർ ഓൾറെഡി ഇപ്പം ട്രെയിനിങ് നടത്തുന്നില്ല, നമുക്കറിയാം. ഇന്നലെ അദ്ദേഹം MRI സ്കാനും മറ്റുമൊക്കെ ആയിട്ട് ക്യാമ്പിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അത് കൂടാതെ 3 പ്രധാന താരങ്ങൾ ട്രെയിനിങ് നടത്തിയിട്ടില്ല. മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത 3 പേരാണ് ഗബ്രിയേൽ മഗല്ലസും ബ്രൂണോ ഗുയിബാരസും റാഫീഞ്ഞയും. ഈ 3 പേരും കഴിഞ്ഞ കളിയിൽ സ്റ്റാർട്ട് ചെയ്തവരാണ്. ആ 3 പേര് ട്രെയിനിങ് നടത്തിയിട്ടില്ല. അപ്പോൾ പരിക്കിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതാണ് ആശങ്ക. പക്ഷേ അത് മാധ്യമപ്രവർത്തകർ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. CBFൻ്റെ ഒഫീഷ്യൽ വിശദീകരണം എന്ന് പറഞ്ഞാൽ ഈ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത താരങ്ങളാണ്. അവരുടെ വർക്ക് ലോഡ് മാനേജിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വിശ്രമം അനുവദിച്ചതാണ് എന്നാണ് CBF ഔദ്യോഗികമായിട്ട് പറയുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത മത്സരത്തിന് ബ്രസീൽ ടീമിൽ ചേഞ്ച് ഉണ്ടാകും എന്നുള്ള സൂചനകൾ വരുന്നു എന്നുള്ളതാണ്. ആഞ്ചലോട്ടി അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ തന്നെ കഴിഞ്ഞ കളിയിൽ തന്നെ ഇബാനസിൻ്റെ പ്രകടനം, കാസമിറോയുടെ പ്രകടനം, അതുപോലെ റാഫീഞ്ഞയുടെ പ്രകടനം, ഇഗോർ തിയാഗോയുടെ പ്രകടനമൊക്കെ വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ലൂക്കാസ് പക്വേറ്റയ്ക്കും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് ലൈനിൽ ചില മാറ്റങ്ങളുടെ സാധ്യത പലരും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ടീമിൻ്റെ മുന്നേറ്റത്തിൽ ഇഗോർ തിയാഗോക്ക് പകരം ഒരു പക്ഷേ മാത്യൂസ് കുഞ്ഞ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരം കൂടി വരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ എൻട്രിക്കിനെയും പരീക്ഷിച്ചേക്കും. എന്തായാലും ബ്രസീൽ ടീമിന് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൺഫേംഡ് ആയിട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തത വരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.